ഹായ്, എല്ലാവർക്കും ശ്രീലക്ഷ്മി സുനീഷ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് സൺഡേ ആണ്. നീക്കാൻ കുറച്ച് നേരം വൈകി. ഒന്നാമത് വയ്യ, പനിയും ജലദോഷമൊക്കെയാണ്. അപ്പോൾ എൻ്റെ മുഖമൊക്കെ കണ്ടാലും അറിയാം, നീര് വെച്ച പോലെ. കണ്ണൊക്കെ നല്ല വീങ്ങി. എനിക്ക് അലർജി ഉള്ളതുകൊണ്ട് കണ്ണട വയ്ക്കുന്നുണ്ട് ഞാൻ. കണ്ണിന് അങ്ങനെ ചീർത്തിട്ടില്ലേ കണ്ണ്, അല്ലാതെ ഷുഗറോ പ്രഷറോ അങ്ങനത്തെ ഒന്നും സംഭവങ്ങളില്ല. അപ്പോൾ കണ്ണട വയ്ക്കുന്നുണ്ട്. ഈ പൊടി ഇതൊക്കെ കയറിയിട്ട് അലർജിയാണ്. ഇപ്പോൾ പനിയാണെങ്കിൽ അടങ്ങിയൊരു ഭാഗത്തൊന്നും ഇരിക്കുകയൊന്നുമില്ല കേട്ടോ. 10 സെൻറ്റ് സ്ഥലമുണ്ട്, അതൊക്കെ അടിച്ചൂരി ഇപ്പോൾ ചുട്ട് വന്നിട്ടുള്ളൂ. ഇപ്പോൾ ചായ കട്ടൻ ചായ, രാവിലത്തെ ചായ കുടിക്കുകയാണ്. അപ്പോൾ ഒന്ന് ശ്രീലക്ഷ്മി കുറേ ദിവസമായി ചിക്കന് എൻ്റെ കാര്യം പറഞ്ഞു. ഞങ്ങൾ അമ്മ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വാങ്ങിക്കലില്ല. അപ്പോൾ ശ്രീലക്ഷ്മി ചിക്കൻ്റെ കാലിട്ടോ ഓക്ക് ഇന്നലെ വാങ്ങിക്കൊടുത്തതാണ്. അപ്പം ഇന്നലെ തിന്നിട്ടില്ല. ഇപ്പം ഇന്ന് തിന്നാന്നും പറഞ്ഞ് ഞായറാഴ്ച എല്ലാവരും പറഞ്ഞിട്ട് അത് തിന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് മക്രൂണി കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ മക്രൂണി കണ്ടില്ലേ? അപ്പോൾ അത് ഇന്ന് ഓള് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇന്ന് ഓള ഉണ്ടാക്കണം. അപ്പോൾ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മക്രോണി തിളപ്പിച്ച വെള്ളത്തേക്ക് ഇടണമല്ലോ. അപ്പോൾ ഉണ്ടാക്കുന്നത് വഴിയെ കാണിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ കട്ടൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അമ്മേൻ്റെ അടുത്തേക്ക് പോകണമെന്ന് വിചാരിച്ചിരുന്നു. പനി 2-3 ആഴ്ചയായിട്ട് പനി തന്നെയാണ്. ഒന്ന് മരുന്നൊക്കെ കുടിച്ചൊന്ന് കുറയുമ്പോഴേക്ക് പൊടി കാരണം അലർജി നന്നായിട്ടുണ്ട്. പങ്കജകസ്തൂരി സ്ഥിരമായിട്ട് ഉപയോഗിക്കലുണ്ട്. എനിക്ക് കുറവുണ്ട്. പക്ഷേ എനിക്ക് പൊടി ഇങ്ങനെ എന്നും കയറി എന്താ പറയുക, കണ്ണിനാണ് കുഴപ്പം. കണ്ടില്ലേ, മുഖമൊക്കെ നീര് വന്ന പോലെ ഇല്ലേ കണ്ണൊക്കെ. എന്താ പറയുക, നമുക്ക് റെസ്റ്റ് ഇല്ലല്ലോ. നമ്മളെന്നും പണി, നമ്മൾ ജനിച്ച് വീണില്ലേ, നമ്മളെ വിധി ഇങ്ങനെയാണ്. റെസ്റ്റ് ഇല്ലാത്തൊരു പണിയാണ്. ഒന്നാമത് ശരീരം കൊണ്ട് വയ്യ. എന്നാലും അടങ്ങിയൊന്നും ഇരിക്കില്ല കേട്ടോ. വയ്യാന്ന് പറഞ്ഞാലും കൂടിയിട്ട്, കാരണം ആരും ഇല്ലല്ലോ, സഹായിക്കാനും ഇല്ല ആരും. എന്തെങ്കിലും വന്നു കഴിഞ്ഞാലും തിരിഞ്ഞു നോക്കാൻ ആരുമില്ല. അപ്പോൾ ശ്രീലക്ഷ്മി ചിക്കൻ തിന്നുകൊണ്ടിരിക്കുകയാണ്. ഉണ്ടോ? അത് ക്ലിയർ ഇല്ല. വീടിൻ്റെ അകവശമൊക്കെ കണ്ടില്ലേ, തുണികളൊക്കെ ആകെ വാരി വലിച്ചിട്ടേക്കണം. അത് സമയമില്ല. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഞങ്ങളെ മേശയാണ് ഇട്ടത്.